പത്തനംതിട്ട ചെറുകോൽപ്പുഴ വാളമ്പടിയിൽ നിയന്ത്രണം വിട്ട കാർ 3 ഇരുചക്ര വാഹനങ്ങളിൽ ഇടിച്ചു. ഒരു ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന 43 വയസ്സുള്ള ഉണ്ണികൃഷ്ണൻ എന്ന ആൾക്ക് ജീവൻ നഷ്ടമായി. 30 വയസ്സുള്ള ലക്ഷ്മി എന്ന യുവതിക്കും ഈ അപകടത്തിൽ പരിക്കേറ്റു. ലക്ഷ്മിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരെ ആദ്യം കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു, പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ തൽക്ഷണം ഇവിടെ വെച്ച് മരണമടയുകയാണ് ഉണ്ടായത്. ഈ കാർ എതിർദിശയിൽ കൂടി കടന്നു വന്ന് എതിരെ വന്ന 2 ഇരുചക്ര വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തതായിരുന്നു. ഇത് റോഡിന്റെ വലതുവശത്താണ് പാർക്ക് ചെയ്തിരുന്നത്. ഈ വാഹനവും ഇടിച്ച് തെറിപ്പിച്ചു. ഈ കാറ് ആദ്യം ഇടിച്ചത് ഒരു സ്കൂട്ടറിലായിരുന്നു. ആ സ്കൂട്ടറിലാണ് വെള്ളേർ സ്വദേശിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ സഞ്ചരിച്ചിരുന്നത്. ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അടുത്തുള്ള ഒരു പുരയിടത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവർ വലിയ ശബ്ദം കേട്ട് ഈ ഭാഗത്തേക്ക് ഓടിയെത്തിയപ്പോൾ ഒരു സ്ത്രീ റോഡിൽ അപകടം പറ്റി വീണ് കിടക്കുന്നതാണ് കണ്ടത്. ആദ്യം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ദൃക്സാക്ഷികളായിട്ടുള്ള അപകടം കണ്ട് ഉടൻ തന്നെ ഈ സ്ഥലത്തേക്ക് എത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രതികരണം കേൾക്കാം. ഇങ്ങോട്ട് ഈ റോഡിലോട്ട് കയറുമ്പോഴാണ് ഭയങ്കര ശബ്ദം കേട്ടു. ഭയങ്കര ശബ്ദം. ഞങ്ങളപ്പം ഒന്നും വിചാരിക്കുന്നില്ല. ഞങ്ങൾ അന്നേരം തന്നെ എല്ലാവരും കൂടെ നേരെ ഓടി വണ്ടി പോലും നോക്കാൻ ഞങ്ങൾ നേരെ ഇന്ന് പോരുമായിരുന്നു. വന്നു കഴിഞ്ഞപ്പം ഈ സ്കൂട്ടർ അവിടെ കിടക്കുന്നു. ആ സ്കൂട്ടറിന്റെ അടിയിൽ ഒരു പെങ്കൊച്ചുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ കൂടി 3-4 പേര് കൂടി ഈ സ്കൂട്ടർ പൊക്കി മാറ്റിയിട്ട് ഈ കുഞ്ഞിയും കൊച്ചിനെ ഞങ്ങൾ വലിച്ചെടുത്തപ്പോൾ അതിന് കണ്ണ് രണ്ടും തുറന്നിരിക്കുക. ഇവിടെ എല്ലാം ചോര ഒഴുകുക. ഒരു കാല് ഒടിഞ്ഞെന്ന് എനിക്ക് തോന്നി. കാല് ഒടിഞ്ഞാന്നോ മുറിഞ്ഞാന്നോ മൊത്തം ചോരയായിട്ട് ഞങ്ങൾ പിന്നെ അതിനെ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. തുണി വെച്ച് കെട്ടി ഞങ്ങൾ അതിനെ വേറൊരു വണ്ടി ഇതുവഴി വന്നേരം പിടിച്ചു നിർത്തി ഞങ്ങൾ ആ വണ്ടിക്കകത്ത് കയറ്റി അതിനെ വിട്ടു. അത് കഴിഞ്ഞ് ഒരു അകലം കഴിഞ്ഞപ്പോൾ ആരാണ്ട് പറഞ്ഞു പോതുകൊണ്ട് ഇവിടെ ഒരെണ്ണം കൂടെ കിടക്കുന്നതെന്ന്. അപ്പോഴാണ് ഞങ്ങൾ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒന്നുപോലും നോക്കാൻ പറ്റത്തില്ല. അതുപോലെ അസഹനീയമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അത്. പിന്നെ ആ ആളിനെ തലയൊന്നും ഒരു ചക്കനം പോലും ഇല്ലാത്ത പോലെ ഞങ്ങൾ വെള്ളം കൊടുത്തു. ഈ കൊച്ചിനും വെള്ളം കൊടുത്തു, അങ്ങേർക്കും വെള്ളം കൊടുത്തു, 2 പേർക്കും വെള്ളം കൊടുത്തു. ഇത്രയാണ് നടന്നത്. റോങ്ങി കയറി വന്നാണ് വണ്ടി. കാറാണ്. ആ കാർ അവിടെ വന്നിട്ട് ആ പയ്യൻ ഇവിടെ നിൽക്കുക. ഞങ്ങൾ വന്നപ്പോൾ ആ കാർ ഓടിച്ച ആളെ പുള്ളി കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞങ്ങൾ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഞങ്ങൾ ഒക്കത്തില്ല, ഇവിടെ നിൽക്കാൻ പറഞ്ഞു വണ്ടി. ഞങ്ങൾ 1-2 പേര് ഓരോന്ന് കൊടുത്തു. കാരണം നമ്മൾ ആ ആവേശം അത്രയ്ക്കായിപ്പോയി. കാരണം ഒരു 2 ജീവനാണ് അതിൻ്റെ ഇതായ. അതുകൊണ്ട് ഞങ്ങൾ അന്നേരം ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞ് പിന്നെ ആൾക്കാർ വന്നു അടിക്കാൻ. ഞങ്ങൾ ആരെ കൊണ്ട് അടുപ്പിച്ചില്ല. പോലീസ് വന്നിട്ട് നിയമപ്രകാരം പുള്ളിയെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതാ ഇപ്പം 2 വണ്ടി ഇടിച്ചാ കളഞ്ഞത്. ഈ വണ്ടി ഇവിടെ ഇരുന്ന ഈ ബൈക്ക് പിടിച്ച് കളഞ്ഞ. ഈ ബൈക്ക് കുറച്ച് ദിവസമായിട്ട് കേടായിട്ടിരിക്കുന്ന. അല്ല 2 വണ്ടി. ഒരു വണ്ടി ഉണ്ട് അവിടെ. അതിന്റെ ഒന്നും ഇല്ല, തകർന്ന് കിടക്കുക, മൊത്തം തകർന്ന് കിടക്കുക. 3 വണ്ടിയല്ല. കാറിന്റെ ആള് മാന്യമായിട്ട് ഇറങ്ങിയൊന്ന് കയ്യും കെട്ടി ഇവിടെ നോക്കി നിപ്പുണ്ട്. ആ വണ്ടി ഓടിച്ച ആള് ആ കാറിൽ ഒരാളെ ഉള്ളായിരുന്നു. ഞങ്ങൾ പിന്നെ വെള്ളമൊക്കെ കൊടുത്തു. മദ്യപിച്ച് റോങ്ങിലാണ് കയറി വന്നത്. ഞങ്ങൾ വന്ന ഉടനെ തന്നെ ഒരെണ്ണം കൊടുത്തത്. റോങ്ങിൽ എന്തുകൊണ്ട് കയറി വന്നു എന്ന് ചോദിച്ചാൽ കൊടുത്തത്. ആ റോഡിന് അങ്ങനെ കയറി വന്നത്. റോങ് സൈഡാണ് കയറി വന്നത്. കാർ വേഗതയിലായിരുന്നു, പറന്നു വരുമായിരുന്നു വണ്ടി. പോലീസ് വന്നത് ഞങ്ങൾ അന്നേരം തന്നെ ഇവിടെ എല്ലാവരോടും പറഞ്ഞു. പോലീസിന് പെട്ടെന്ന് വന്നു. പോലീസ് ആംബുലൻസും വന്നു പെട്ടെന്ന്. അപ്പോഴത്തേക്ക് അവിടെ കിടന്ന ആളും മരണപ്പെട്ടു. ശരിക്കും മദ്യപിച്ച് നേരത്തെ മുമ്പ് ഇത് തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ പുള്ളിയെ കൊണ്ട്. ഇത് റോങ് സൈഡിൽ വന്നിട്ടാണ് ഇപ്പോൾ വല സൈഡിൽ അവിടെ സ്റ്റാൻഡ് വെച്ചിരുന്ന ഒരു വണ്ടിയിലാണ് ഇപ്പോൾ ഇടിച്ചു കളഞ്ഞേക്കുന്നത്. മരണമടഞ്ഞ ഉണ്ണികൃഷ്ണൻ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറാണിത്. ഈ സ്കൂട്ടറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഈ അപകടത്തിൽപ്പെട്ട ഈ ഇരുചക്ര വാഹനങ്ങളെല്ലാം അവരുടെ യഥാർത്ഥ സൈഡിൽ കൂടിയാണ്, റോഡിൽ കൂടി സഞ്ചരിച്ചിരുന്നത്. കാറാണ് സഞ്ചരിക്കവേ ഇടതുവശത്ത് നിന്നും വലതുവശത്തേക്ക് നിയന്ത്രണം വിട്ടുവരികയും ഈ ഇരുചക്ര വാഹനങ്ങളിൽ ഇടിക്കുകയും ചെയ്തത്. പോലീസ് എത്തി വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കാർ ഓടിച്ചിരുന്ന റോയ് എം ജോർജ് എന്ന 43 വയസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി അപകട കാരണം സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. റിപ്പോർട്ടർ പത്തനംതിട്ട.